സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയാണ് കാണുന്നത്. മഴ പെയ്ത് റോഡൊക്കെ തോടുപോലായി കിടക്കുവാണേ. അതൊക്കെ കഴിഞ്ഞിതാ അടുക്കളയിൽ വന്നു. ബാക്കി അല്ലറ ചില്ലറ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്കിതാ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ അമ്മ അറിയാതെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സാരി. ഈ അനാർക്കലിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. യോക്കിൻ്റെ ഭാഗത്തേക്കുള്ള ലൈനിങ്ങും ഈ സാരിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പഴയൊരു ടോപ്പ് വെച്ച് കഴുത്തും ഷോൾഡറും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. രണ്ട് സൈഡിലും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുത്താൽ നമുക്ക് അളവ് തെറ്റില്ല കേട്ടോ. ഫ്രണ്ടിലെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെട്ടി കൊടുക്കുക. ലൈനിങ്ങും നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം. എന്നിട്ട് യോക്ക് പോർഷൻ്റെ നല്ല വശങ്ങൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് തുന്നി കൊടുക്കുകയാണേ. ഇനി തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല വശം പുറത്തേക്ക് ആക്കിയിട്ട് മറച്ച് പിടിച്ച് തുന്നണം. ഫ്രണ്ടിലെ ഡിസൈൻ്റെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് മുന്താണിയുടെ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ് വെച്ച് ഇതുപോലെ സെറ്റാക്കി എടുത്തു. ഇനി അവിടെയുള്ള മുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസ് തുണി കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ സൂചി കൊണ്ട് തുന്നിയെടുക്കാം. അത് നമ്മുടെ ഈ മെയിൻ തുണിയിൽ വേണം തുന്നി പിടിപ്പിക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വേണം ആ മുന്താണിയുടെ ഭാഗം വെട്ടിയത് തുന്നി ചേർക്കാൻ കേട്ടോ. താഴേക്കുള്ള ഭാഗം വെട്ടാൻ വേണ്ടിയിട്ട് അതേ ടോപ്പിൻ്റെ തന്നെ അരഭാഗം അളവെടുത്തിട്ടുണ്ട്. ഇത് വളയാതിരിക്കാൻ വേണ്ടി സാരീൻ്റെ ബോർഡർ വെച്ചിട്ട് ഞാനിങ്ങനെ നേരെ വരച്ചു കൊടുക്കുന്നുണ്ട്. അടിഭാഗം ഒരേ അളവ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ടേപ്പ് വെച്ചിട്ട് അളന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടേപ്പ് ഇല്ലെങ്കിലും ഞാൻ നേരത്തെ ബോർഡർ വെച്ച് ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു നീളത്തിലുള്ളത് വെച്ചിട്ട് അളന്നെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് യോക്കിൻ്റെ ബാക്ക് പോർഷനാണ്. ഞാനിത് ഒറ്റയിരിപ്പിൽ ഒന്നിച്ച് ചെയ്തതല്ല കേട്ടോ. പല പല സമയത്ത് പല പല ഭാഗങ്ങളായിട്ടാണ് ചെയ്തത്. ഞാനിവിടെ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് മടക്കുമ്പോൾ വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ. കയ്യിനും മുന്താണിയുടെ ഡിസൈനുള്ള ഭാഗം തന്നെയാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ യോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഇതിനോട് കൂട്ടി തുന്നണം.
അങ്ങനെ ലാസ്റ്റ് താഴെ ബോർഡർ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീഷോന്നൊരു ഡെലിവറി വന്നത് കേട്ടോ. പുതിയതായിട്ട് ഇറങ്ങിയ സാധനമൊന്നുമല്ല, എല്ലാവരുടെ കയ്യിലുള്ള ഈ ഓർഗനൈസിങ് ബോക്സ് ആണ്. ഇതും കൂടി തുന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അനാർക്കലി റെഡിയാവും. അപ്പം നമ്മൾ തുന്നിയെടുത്ത അനാർക്കലി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ അനാർക്കലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.